പ്രായമായി കഴിഞ്ഞാൽ, വയസ്സായി കഴിഞ്ഞാൽ പിന്നെ മുടി വളരുകയില്ല. ഇത് നിങ്ങൾ പലയിടത്തു നിന്നും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും. എന്നാൽ ഇത് തികച്ചും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. മുടി വളരുന്നതിന് ഒരിക്കലും പ്രായം ഒരു തടസ്സമല്ല. കൃത്യമായിട്ടുള്ള ഒരു പരിചരണം ലഭിക്കുകയാണെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് സമൃദ്ധമായിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ചിലർക്കെങ്കിലും തങ്ങളുടെ മുടി വളരാതെ പോകുന്നു എന്ന് തോന്നുന്നത് എന്നറിയാമോ? ഒരു ഏജിലെത്തുമ്പോൾ പലരും വിചാരിക്കും ഇനി തങ്ങളുടെ മുടി വളരുകയില്ല, ഇത്രയും പ്രായമായില്ലേ, അല്ലെങ്കിൽ തന്നെ ഇനി വളർത്തിയിട്ട് എന്തിനാണ് എന്നൊക്കെയുള്ളൊരു തോട്ട് മനസ്സിൽ വരുമ്പോൾ നമ്മൾ നാച്ചുറലി നമ്മുടെ മുടിയെ ശ്രദ്ധിക്കാതെയാവും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മുടിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് എണ്ണ തേക്കുകയില്ല, ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുകയില്ല, കൃത്യമായിട്ട് മുടി ഷാമ്പു ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ തലമുടിയെ അവഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വളർച്ച മുരടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാവിധ ചിന്തകളെയും ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ തലമുടി ഒന്ന് വളർത്തിയെടുത്താലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കാതെ എന്നാൽ വളരെ നല്ല രീതിയിൽ മുടി വളരാൻ സഹായിക്കുന്ന കുറച്ച് ഹെയർ പാക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ 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 പവർഫുള്ളായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്, അത് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മാജിക്കൽ ഓയിലാണ് ഈ കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ എന്ന് പറയുന്നത്. ഇത് സ്കിന്നിനാണെങ്കിൽ പ്രവർത്തിക്കുന്നത് പ്രായമാവുമ്പോൾ ഉണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറ്റി നമ്മുടെ ചർമ്മത്തെ വളരെ യുവത്വത്തോടെ നിലനിർത്താൻ സഹായിക്കുന്ന തരത്തിലാണ്. അത് നമ്മുടെ തലമുടിയിലാണെങ്കിൽ തലമുടി വളർച്ചയ്ക്ക് ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. മുടി പൊഴിച്ചിൽ തടയാനായിട്ട്, മുടിയുടെ കട്ടി വർദ്ധിപ്പിക്കുവാനായിട്ട്, മുടി സമൃദ്ധമായിട്ട് വളരുവാനായിട്ട് ഇതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഓയിലാണ് നമ്മുടെ ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ശരി, മുടി കൊഴിച്ചിൽ മൂലം, മുടി വളരാത്തത് മൂലം വിഷമിക്കുന്നവരാണെങ്കിൽ ഈ ആവണക്കെണ്ണ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ മുടി വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ആവണക്കെണ്ണ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കുറച്ച് ഹെയർ പാക്കുകൾ ഉണ്ടാക്കാമെന്ന് ഞാൻ കൃത്യമായിട്ട് വളരെ വിശദമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഹെയർ പാക്കുകൾ ഓരോന്നും നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ആവണക്കെണ്ണയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ബ്രാൻഡിൻ്റെ ആവണക്കെണ്ണ വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് 2 ടീസ്പൂൺ ആവണക്കെണ്ണ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉള്ളിയുടെ ജ്യൂസും കൂടി ആഡ് ചെയ്യുക. ചെറിയ ഉള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അഥവാ അതില്ല എന്നുണ്ടെങ്കിൽ സവോളയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക, എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. 1 ടീസ്പൂൺ മതിയാകും. ഈ ആവണക്കെണ്ണയിലേക്ക് അത് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഷാമ്പു ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ മുടി വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. ഇനി രണ്ടാമത്തെ ഒരു പാക്ക് എന്ന് പറയുന്നത് 2 ടീസ്പൂൺ ആവണക്കെണ്ണ എടുക്കുക. അതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് റോസ്മേരി ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു 1 അവറിന് ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിച്ച് തന്നെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഇതും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. ഈ ഒരു പാക്ക് ഒരു രാത്രി മുഴുവൻ തലയിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴുകിക്കളയുകയാണെങ്കിലും നല്ലതായിരിക്കും. നീരിറക്കം അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകും. അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. വളരെ നല്ല രീതിയിൽ മുടി വളർത്താൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. ഇനി അടുത്തൊരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് 2 ടീസ്പൂൺ ആവണക്കെണ്ണ എടുക്കുക. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ അലോവേറ ജെല്ലും കൂടി ആഡ് ചെയ്യുക. അലോവേറ ജെല്ല് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
അത് ഒരു 3 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയറിലുമൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി നല്ലതുപോലെ വളരുവാനും അതേപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടുവാനും ഒരു കട്ടി വർദ്ധിക്കുവാനായിട്ടുമൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അലോവേറ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. ഇനി അഥവാ ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു നഴ്സറിയിൽ നിന്ന് ഒരു തൈ കൊണ്ടുവന്ന് നമ്മൾ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ സ്കിന്നിനും അതേപോലെ തന്നെ ഹെയറിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന ഒരു ഹെയർ പാക്കാണ്. ഇനി അടുത്ത ആവണക്കെണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് 2 ടീസ്പൂൺ ആവണക്കെണ്ണ എടുക്കുക. അതിലേക്ക് കറിവേപ്പില പൗഡർ 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യുക. അതായത് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില അത് നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി അതിൻ്റെ പൊടിയെടുക്കുക. അത് നിങ്ങൾക്ക് അങ്ങനെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു കാര്യമാണ് കറിവേപ്പില, അല്ലേ? അത് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. ഇനി അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്, അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യേണ്ടത് ഈ കറിവേപ്പില പൗഡർ നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിച്ച് അതൊന്ന് മിക്സ് ചെയ്യണം. അതൊരു ചെറിയ പേസ്റ്റ് പോലെ ആക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഈ ആവണക്കെണ്ണ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ മുടിയുടെ റൂട്ടുകൾ, നമ്മുടെ മുടിയുടെ വേരുകൾ നല്ല രീതിയിൽ ബലപ്പെടുവാനായിട്ടും മുടിക്ക് കട്ടി വർദ്ധിക്കുവാനായിട്ടും മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ തടയാനായിട്ടും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഉള്ളതാണ് നെല്ലിക്ക പൗഡറും. നെല്ലിക്ക പൗഡറും ഇതേപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ആവണക്കെണ്ണ കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും നിങ്ങളുടെ മുടി വളർച്ചയെ വളരെ വേഗത്തിലാക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. ഇനി അടുത്തൊരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഒരു പഴമെടുക്കുക. ഏത്തപ്പഴമാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിൻ്റെ പകുതി മതിയാകും. അത് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക, ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ ആവണക്കെണ്ണ ആഡ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയറിലും അപ്ലൈ ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഒരു ഷാംപൂ ഉപയോഗിച്ച് നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഇതും നിങ്ങളുടെ മുടി വളർച്ചയെ വളരെയധികം സഹായിക്കുന്ന, മുടിക്ക് നല്ല കട്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. ഇനി നിങ്ങളുടെ തലമുടിയിൽ നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ട് അല്ലെങ്കിൽ താരനുണ്ട് എങ്കിൽ അത് മാറാൻ വേണ്ടിയുള്ള ഒരു ഹെയർ പാക്ക് പറയാം. അതിനായിട്ട് ഒരു പാനിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കുക. എന്നിട്ട് ഈ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് ഒരു ടീസ്പൂണൊക്കെ ആകുന്ന വരേക്കും അത് വറ്റിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആ ഒരു വെളുത്തുള്ളി നമ്മൾ അരിച്ച് മാറ്റുക. എന്നിട്ട് ആ വെള്ളം മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ആവണക്കെണ്ണ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ നിങ്ങളുടെ ഡാൻഡ്രഫ് ഒക്കെ കുറയുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. അപ്പോൾ ചെമ്പരത്തി താളി എടുക്കുക. അതൊരു 4 ടീസ്പൂൺ ചെമ്പരത്തി ഇല അരച്ചിട്ട് അതിൻ്റെ താളി എടുക്കുക. ഒരു 4 ടീസ്പൂൺ മതിയാകും. അതിലേക്ക് 2 ടീസ്പൂൺ ആവണക്കെണ്ണ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയറിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഷാംപൂ ഉപയോഗിച്ച് നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. കാരണം ഷാംപൂ ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ഈ ആവണക്കെണ്ണയ്ക്ക് കുറച്ച് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഷാംപൂ ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ ഏത് പാക്കാണെങ്കിലും ഏത് ഹെയർ പാക്കാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷാംപൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അതിന് യാതൊരു കുഴപ്പവുമില്ല. പലരുടെയും ഒരു ധാരണ നമ്മൾ ഷാംപൂ ഉപയോഗിക്കുന്നത് മുടിക്ക് എന്തോ ദോഷമാണ് എന്നുള്ള തരത്തിലാണ്. ഷാംപൂ നമ്മൾ മൈൽഡായിട്ടുള്ള ഷാംപൂകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല.
നിങ്ങൾക്ക് നല്ലൊരു ഷാമ്പു ഉപയോഗിച്ച് നിങ്ങളുടെ ഏത് ഹെയർ പാക്ക് അപ്ലൈ ചെയ്താലും ഒരു ഷാമ്പു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യാതിരുന്നാലാണ് മുടിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. മുടിയിൽ സ്കാൽപ്പിൽ ചൊറിച്ചിലുണ്ടാകാം, അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു 3 തവണ നിങ്ങൾ ഒരു ഷാമ്പു ഉപയോഗിച്ച് നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. മുടിയുടെ ആരോഗ്യത്തെ അത് മെച്ചപ്പെടുത്തുകയേ ഉള്ളൂ. അടുത്തത് നമ്മുടെ തലമുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അതിനായിട്ട് 2 ടീസ്പൂൺ ആവണക്കെണ്ണ എടുക്കുക. അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള കൂടി ആഡ് ചെയ്യുക. ഒരു 3 ടീസ്പൂൺ അലോവേറ ജെല്ലും കൂടി ആഡ് ചെയ്യുക. അത് നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ല് തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയറിലും അപ്ലൈ ചെയ്യുക. ഒരു അരമണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ നല്ല തിളക്കത്തോടെ നമ്മുടെ മുടി കിടക്കാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് ഡ്രൈ ഹെയർ ആണ്, ഫ്രിസി ഹെയർ ആണെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ഹെയർ നല്ല സോഫ്റ്റ് ആവാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണത്. ഇനി മുടി വളരാൻ സഹായിക്കുന്ന മറ്റൊരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് 2 ടീസ്പൂൺ ആവണക്കെണ്ണയിലേക്ക് ഒരു 3 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക, ഹെയറിലും അപ്ലൈ ചെയ്യുക. ഇതും നിങ്ങൾക്കൊരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇതും മുടി വളരാനും മുടിക്ക് നല്ല കട്ടി വർദ്ധിക്കുവാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. അടുത്തത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ്. അതിനായിട്ട് നിങ്ങൾ 1 ടീസ്പൂൺ അവക്കാഡോ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ആവണക്കെണ്ണ കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ ഹണിയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹെയറിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതുമാണ്. ഇതും വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് ആവണക്കെണ്ണ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഒരു 4 ടീസ്പൂൺ ഫ്ലാക്സീഡ് ജെൽ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ആവണക്കെണ്ണ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുക. ഒരു മണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക. ഇതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ തടയുന്നതിനും അതേപോലെ തന്നെ മുടിയുടെ കട്ടി കുറയുന്നവർക്കുമൊക്കെ വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഒരു 4 ടീസ്പൂൺ തേയില വെള്ളം എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ആവണക്കെണ്ണ കൂടി ആഡ് ചെയ്യുക. 2 വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹെയറിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഇതും വളരെ നല്ല രീതിയിൽ മുടി വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. ഇനി അടുത്തൊരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഡാൻഡ്രഫ് ഉള്ളവർക്ക്, താരൻ്റെ പ്രശ്നമുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ഹെയർ പാക്കാണ്. അതിനായിട്ട് 2 ടീസ്പൂൺ ആവണക്കെണ്ണ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. ഒരു അരമണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഡാൻഡ്രഫ് നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഹെയർ പാക്കാണ്. 2 ടീസ്പൂൺ ആവണക്കെണ്ണയിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഒരു അരമണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക. ഈ 2 പാക്കുകളും ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഹെയർ പാക്കുകൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം അപ്ലൈ ചെയ്യാവുന്നതാണ്. അധിക ചിലവുകളൊന്നുമില്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഹെയർ പാക്കുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആവണക്കെണ്ണയാണ്. ഈ ആവണക്കെണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വലിയ ചിലവില്ലാതെ എങ്ങനെ നമുക്ക് കുറച്ച് പാക്കുകൾ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് ചെയ്യുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ നിങ്ങൾ സാധാരണ എണ്ണ തൊട്ട് പുരട്ടുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടീസ്പൂൺ ഒലിവ് ഓയിലിലേക്ക് 1 ടീസ്പൂൺ ആവണക്കെണ്ണ കൂടി ആഡ് ചെയ്ത് ഒരു ചെറിയ ഒരു ബോട്ടിലാക്കി വെക്കുക.
അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും വളരെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലൊക്കെ തടയുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഓയിലാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടുള്ള ഹെയർ പാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാര്യം വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിലാണ് പലപ്പോഴും നമ്മൾ സ്കിൻ കെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെയർ കെയറിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ മടിച്ചു പോകുന്നത്. എന്നാൽ നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഹെയർ പാക്കൊക്കെ തയ്യാറാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ മടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ ആ മടിയൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മുടി നല്ല രീതിയിൽ ഇടതൂർന്ന മുടി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് വേണ്ടി അങ്ങ് സമയം ഒരുപാട് കൊടുക്കേണ്ടതായിട്ടും ഇല്ല. കാര്യം നിങ്ങൾ എന്തെങ്കിലും രാവിലെ എഴുന്നേറ്റു, നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ അത് ചെയ്യുന്നതിന് മുൻപേ നിങ്ങളുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യുക. ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അത് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ കുറേ സമയം പോകും. അതൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിത് വാഷ് ചെയ്യാനുള്ള ഒരു ടൈം ആകും. അപ്പോൾ നിങ്ങൾക്ക് കുളിച്ച് തലമുടിയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വരാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു സമയത്തേക്ക് ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് നിങ്ങളുടെ സ്കിൻ കെയറും അതേപോലെ തന്നെ ഹെയർ കെയറും ഒക്കെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ നമുക്ക് കുറേ കാലമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും. മുടി വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുട്ട, അതേപോലെ തന്നെ മീൻ, അതേപോലെ നട്ട്സ്, പയറുവർഗ്ഗങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ വൈറ്റമിൻ ഡി, ബി കോംപ്ലക്സ്, അയൺ, സിങ്ക് എന്നിവയുടെ കുറവുണ്ടോ എന്ന് പരിശോധിച്ച് ആവശ്യമെങ്കിൽ സപ്ലിമെൻറ്റുകൾ എടുക്കുക. പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹെയർ മസാജ് ചെയ്യുക. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞില്ലേ, 2 ടീസ്പൂൺ ഒലിവ് ഓയിലിലേക്ക് 1 ടീസ്പൂൺ ആവണക്കെണ്ണ കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഈ തരത്തിൽ ഒരു ഓയിൽ മസാജ് ചെയ്യാവുന്നതാണ്. അത് വളരെയധികം നല്ലതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ച് നമ്മുടെ ഹെയർ വളരാനായിട്ട് അത് വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. അത് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് നിങ്ങൾ മാറി നിൽക്കേണ്ട. കൃത്യമായിട്ടുള്ള ഒരു പരിചരണം നിങ്ങളുടെ മുടിക്ക് നൽകുകയാണെങ്കിൽ നല്ലതുപോലെ നിങ്ങളുടെ മുടി ഏത് പ്രായത്തിലും വളർത്തിയെടുക്കാവുന്നതാണ്. ഒരു കാസ്റ്റർ ഓയിൽ, ഒരു ആവണക്കെണ്ണ വാങ്ങി വെക്കുക. അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ബ്രാൻഡിൻ്റേത് തന്നെ വാങ്ങുക. അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല ഫേസ് പാക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നല്ലൊരു ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടും അത് വാങ്ങുന്നത് ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമായി പോവുകയില്ല. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ തരത്തിൽ നിങ്ങൾ ഹെയർ ഒന്ന് സംരക്ഷിച്ച് തുടങ്ങുക. ഇതുവരെയും അതൊന്നും ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങളത് ചെയ്തു തുടങ്ങുക. നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.